അങ്ങനെ ഇന്നാണ് നാട്ടിൽ പോകുന്നത്. കരഞ്ഞ് നിലവിളിച്ചൊരു ഗുഡ് മോർണിംഗും പറഞ്ഞ് എണീറ്റ് ദേ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൻചേട്ടൻ വന്നു. ഇത് കണ്ടില്ലേ, നമ്മൾ നാട്ടിലോട്ട് പോകാനായിട്ടുള്ള റെഡി ആവുകയും ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. ഇത്തവണ കുറച്ച് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ഒരു മണിക്കൂർ മുന്നേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇത്തവണ പതിവില്ലാതെ എല്ലാവർക്കും കുറച്ച് സങ്കടം കൂടുതലായിരുന്നു പാച്ചു നാട്ടിലോട്ട് പോകുന്നതിന്. പാച്ചുവാണെ കാറിൽ കയറി കുരുകുരുപ്പും തുടങ്ങി. ഇപ്പം ഇതാണ് പാച്ചുകൂട്ടിൻ്റെ അവസ്ഥ. കാറിൽ കയറുമ്പോൾ തുടങ്ങുന്ന ബഹളം. അതിപ്പോൾ ടാക്സിയിലാണെങ്കിലും വേറെ ആരെങ്കിലും കാറാണെങ്കിലും പാച്ചുകൂട്ടിന് അടങ്ങിയിരിക്കാൻ വേണ്ടി കഴിയത്തില്ലേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കിച്ചുവിനാണെങ്കിൽ ഇത്തവണ പാച്ചുവിനെ നാട്ടിലോട്ട് വിടണമെന്നേ ഇല്ലായിരുന്നു. എന്തോ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. കുറച്ച് നാൾ ഒരുമിച്ച് കൂടിയിരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. അവനെൻ്റെ ഒക്കെ പറയുകയൊക്കെ ചെയ്തു, നീ വേണേൽ പോക്കോ, ഞങ്ങളിവിടെ നിന്നോളാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞ് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നത് വരെയൊക്കെ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ പറ്റത്തില്ല, പക്ഷെ അവിടെ അതൊക്കെ കുറച്ച് നൈസായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബാഗും ചുമന്ന് പിടിച്ച് കയറി ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പാടായിരുന്നു. പക്ഷെ അവർക്ക് അവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തോട്ടേക്കൊക്കെ കയറി. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, അതാണ് കേട്ടോ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ഫ്ലൈറ്റ്. അങ്ങനെ പാച്ചുകൊണ്ടിന് അവിടെ എഴുതി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ വേറൊരു ബിൽഡിങ്ങിലോട്ട് പോകണം കേട്ടോ. അവിടെ നിന്നാണ് നമ്മുടെ ഗേറ്റൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുബായിൽ കയറുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വേറൊരു ബിൽഡിങ്ങിൽ നിന്ന് പോകണമെന്നോ അല്ലെങ്കിൽ അതുവഴി അങ്ങോട്ടേക്ക് പോകുന്ന മെട്രോയിലാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. കൂടുതൽ പാച്ചും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മെട്രോ നമുക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടില്ല ഇവിടെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നത്. ആക്ച്വലി പാച്ചു ഇങ്ങനെ കുറച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു ഇത്തവണ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവൻ അങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തോ വയലിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടി കൊടുക്കാത്തത് പോലെ. എന്താ ചെയ്യുക, പിള്ളേരുടെ എല്ലാവരും സ്വഭാവം അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ വാച്ചക്കുട്ടുണ്ട് കണ്ടില്ല, അത് ക്യൂട്ട്നെസ് കാണിക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ കണ്ണേതാ മൂക്കേതാന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാറുണ്ട്. അതിതങ്ങനെ. അങ്ങനെ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലൊക്കെ എത്തി. നമ്മൾ ഗേറ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായി. നമ്മുടെ ഗേറ്റ് നേരത്തെ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഗേറ്റ് എപ്പോഴാണെന്നുള്ള കാര്യം ഫ്ലൈറ്റിനൊരു 1 hour മുന്നേ ആണ് തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പർ 1 ആയിരുന്നു. നമ്മൾ ഗേറ്റ് നമ്പർ 1 പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ പാച്ചുക്കുട്ടൻ ഇത്തവണ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് എനിക്കും കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇല്ലേ, പാച്ചുക്കുട്ടൻ ഇതെല്ലാം സമ്മതിച്ച് തരുവാണ്. അതേ അങ്ങനെ പാച്ചുക്കുട്ടനെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഫ്ലൈറ്റിൽ കയറ്റാനിട്ടില്ലെങ്കിൽ അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അതിനകത്തുനിന്ന് ഇറങ്ങത്തില്ലേ. അങ്ങനെ ഗേറ്റിനടുത്തെത്തി കുറച്ച് നേരം താഴെയൊക്കെ വിട്ടു. അവന് താഴെ ഇരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം. നമ്മൾ ഈ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നതിനേക്കാളും. അങ്ങനെ അവിടെ ഒരു കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അവൻ ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോയി നിൽക്കുകയാണ്. പൊതുവെ ചേച്ചിമാർ ചേട്ടന്മാരെന്നൊക്കെ വെച്ചാൽ അവന് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. എന്തോ അവിടെ പോയി നിന്ന് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ മോളെ കണ്ടതിന് പോയി നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ പുറകെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുമായിരുന്നു. പാച്ചുക്കുട്ടൻ ഇപ്പം നിൽക്കാനും പിടിച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം കയ്യിലിരിക്കത്തേ ഇല്ല, ഇങ്ങനെ നിരങ്ങി നടപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടിയുടെ കസേര പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി അവിടെ തന്നെ പോയിരുന്നത് കണ്ടില്ലേ, എന്നെ എടുത്തു എന്നൊക്കെയുള്ള രീതിക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങ് പോകും കണ്ടില്ലേ, എടുത്തോ എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പം നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പണായി. നമ്മൾ പതുക്കെ ഇനിയിപ്പം ഓരോരോ സോണായിട്ട് വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ മാക്സിമം ഇറങ്ങി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവൻ എന്താണെന്നറിയില്ല, ഇവൻ ഇങ്ങനെയൊക്കെ കാമായിട്ടിരിക്കും. പക്ഷേ ഫ്ലൈറ്റിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വിധം മാറും. അങ്ങനെ നമ്മുടെ സോണൊക്കെ ഓപ്പണായി. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ പാച്ചുക്കുട്ടനാണെങ്കിൽ കമ്പനിക്ക് ഒരാളെ കിട്ടി കേട്ടോ. ഈ മുന്നിൽ പോകുന്ന പുള്ളിക്കകത്തി അവനാണെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിയിട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നേ. ആ പുള്ളിക്കകത്തി ആണെങ്കിലും കുറച്ച് നൈസായിട്ടാണ് അവനോട് നിന്നത്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇത്തവണ വന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിനായിരുന്നു. പാച്ചക്കുട്ടൻ എന്താണെന്നറിയില്ല, ഫ്ലൈറ്റിൽ കയറുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. മൊത്തം കൺജസ്റ്റഡായിട്ട് ഈ വിൻഡോസൊക്കെ ലോക്ക്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ അതിനകത്ത് കയറുമ്പോൾ തൊട്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പാച്ചുക്കുട്ടനെ കൊണ്ട് ആദ്യമേ തൊട്ടേ പോകുമ്പോഴുള്ളൊരു പ്രശ്നം അത് തന്നെയാണ്. അങ്ങനെ പാച്ചുക്കുട്ടൻ പാലൊക്കെ കുടിച്ചു, കിടത്തി അങ്ങ് ഉറക്കി. പാച്ചുക്കുട്ടൻ ഉറങ്ങിയതിന് ശേഷമായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത്. നമുക്കതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കാരണം
വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും വേറെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ഫ്ലൈറ്റും അവൻ ഉറക്കമായിരുന്നു. പാച്ചുകൊണ്ട് ഇങ്ങനെ പസിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് ഇയറിന് എന്തെങ്കിലും വേദന ഉള്ളതാണോ കരുതുന്നത് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ പാച്ചുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ പേടി, അതുപോലെ തന്നെ പാച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലൈറ്റിന് ഞാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും കരയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പൊതുവെ ഫ്ലൈറ്റിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും ഇവനെ കുറേയൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കഴിഞ്ഞ ഫ്ലൈറ്റിന്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡായി. നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത്തവണ ഇച്ചിരി ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു കേട്ടോ ലാൻഡായത്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും 10-15 മിനിറ്റ് അല്ലേ ഉള്ളൂ. മാത്രമല്ല ബാഗേജൊക്കെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ പാച്ചുകൂട്ടൻ എണീറ്റത്. അതുവരെ എനിക്കതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പാച്ചുകൂട്ടൻ കണ്ടില്ലേ, ഭയങ്കര ഉറക്കമായിരുന്നു അവൻ. ആ ഒരു രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗൊക്കെ കിട്ടി നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. ബാഗ് കിട്ടാൻ നേരത്തും കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, പതിവില്ലാതെ. അങ്ങനെ ബാഗ് വല്ലതായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ പാച്ചുക്കുട്ടൻ്റെ അപ്പൂപ്പന്മാർ. അവരാണ് ഇവനിങ്ങനെ വരുന്നത് നോക്കി ഇരിക്കുമായിരുന്നു. അവർക്ക് ഇവിടെ ഉള്ള ആകെ നേരം പോക്ക് അവനാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അവർ നോക്കി നിന്നും തോന്നുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി അവനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയേ. പിന്നെ നമ്മളിങ്ങനെ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അവനാണെ കണ്ടില്ല, രണ്ടുപേരെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലായിരുന്നു, എയർപോർട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ നമ്മൾ പിന്നെ പുറത്തിറങ്ങി ആനന്ദഭവനിലൊക്കെ കയറി മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 10-10:30 ആയി. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അവൻ രാവിലെ പണി തുടങ്ങി. കിട്ടുന്ന സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് താഴെ ഇടുക, ആ ടീപ്പോയ്ക്ക് ഇട്ടടിക്കുക, ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ രാവിലെ വേറെ പരിപാടി ഒന്നുമില്ല, നമ്മളിതേ കുളിച്ച് വൃത്തിയൊക്കെ റെഡിയായി അങ്ങനെ ചുമ്മാ കറങ്ങാൻ പോകാൻ.